കോടനാട് വ്യൂ പോയിന്റിൽ വന്ന് മനോഹരമായിട്ടുള്ള നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അവിടുന്ന് നേരെ നമ്മൾ തിരിച്ച് ഊട്ടിയിലേക്കാണ് പോയത്. ഇന്നലെ നമ്മൾ അവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തത്. ഈ കാഴ്ചകളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി വീഡിയോ കാണുക. അതേപോലെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ലോഡ്ജിൽ നിന്നും വെക്കറ്റ് ചെയ്ത് ഇറങ്ങി. ഇതാണ് രാത്രി നമ്മളിവിടെ കിടന്ന് കറങ്ങിയ സ്ഥലം. ഇവിടെ ഒരു രാജീവ് ഗാന്ധി സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിനിപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കിനക്കോരെ. ക്യൂട്ട് ബസ്സാ. ഇതാണോ? ചെറിയ ബസ്സാണെന്നാണ് മറ്റേ പുള്ളി പറഞ്ഞത്. ബസ്സാണോ ഇനി? ബസ് കിട്ടി. വേണ്ട, നല്ല സാധനം. ടെമ്പറേച്ചർ എത്ര നോക്കണം. രാവിലത്തെ വേറാണ് 15 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത്. ഇനി ആ പോകുന്ന സ്ഥലത്തോട്ട് എങ്ങനെയാണ് തമ്പുരാനെ അറിയത്തുള്ളൂ. എനിക്ക് വന്നേ വണ്ടി ഇടയ്ക്കാണെന്ന് വെച്ചാൽ നിർത്തുമായിരിക്കും കഴിക്കാനായിട്ടാണ്. ലാസ്റ്റായിരിക്കും മഞ്ചൂര. അല്ല, ഈ ഇടയ്ക്കാണെന്ന് വെച്ചാൽ ഇത് കഴിക്കാൻ നിർത്തോടെ നമുക്ക് അറിയാൻ കഴിക്കാം. ഞാൻ മാപ്പൊന്ന് നോക്കിക്കോ, പോകുന്ന വഴിക്കാണോ അതോ അത് കഴിഞ്ഞിട്ടാണോ? മഞ്ചൂരി ആണോ? 7:30 നമ്മളിവിടെ മഞ്ചൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് എത്തി. വണ്ടി ഇവിടെ നിർത്തി. ആളുകളൊക്കെ ഇറങ്ങി ഇവിടെ ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം. അങ്ങനെ ഇപ്പം നമ്മളിവിടേക്ക് ഇറങ്ങി. അവിടെ തന്നെ നമുക്ക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇതായിരുന്നു നമ്മൾ വന്ന വണ്ടി. എവിടെയും പോയി എന്തെങ്കിലും ഫുഡും കൂടെ കഴിച്ചാൽ അല്ലെങ്കിൽ അത് ചായ കുടിക്കണമെങ്കിൽ കുടിക്കാം. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് അതിന് 7:50 ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ. അതൊരു സമയമുണ്ട്. നമ്മുടെ കണ്ടക്ടറായിട്ടാണ് നമ്മുടെ അടുത്തുള്ള ഹോട്ടലിലേക്ക് കൊണ്ടുപോയത്. എനിക്ക് തോന്നുന്നു അവരുടെ സ്ഥിരം സ്പോട്ട് തന്നെയാണെന്നാണ് തോന്നുന്നത്. നല്ല അടിപൊളി ഒരു തമിഴ് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വൈബായിട്ടുള്ളൊരു കടയായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. നല്ല ചൂട് ദോശയല്ലേ? എന്റെ കറി എടുത്തോട്ട് പോയി. ചേച്ചി കറി. ചേച്ചി അവിടെ ആർക്കോ കറി എടുക്കാൻ വേണ്ടി കറി കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി. എന്നിട്ട് കൊണ്ടുവന്നപ്പോൾ തന്നാ മതിയായിരുന്നു.
മുട്ടൻ മുരിഞ്ഞ ദോശയാണെന്ന് തോന്നുന്നു. ഇവിടെ എത്ര നോക്കിയോ ക്ലൈമറ്റ് നോക്കിയിരുന്നു വെതർ. ഓക്കെ കറിയുന്നു. ആ തണുപ്പത്ത് വന്നിരുന്ന് കഴിച്ചോണ്ടാണെന്ന് അറിയില്ല, ആ ദോശയ്ക്ക് നല്ല ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. കൂടെ സാമ്പാറും 2 ടൈപ്പ് ചട്നിയും. കഴിച്ചു കഴിഞ്ഞ് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ആ ചേച്ചിയുടെ മുഖത്തുണ്ടായ ഒരു ചിരിയുണ്ട്. ദാറ്റ് വാസ് പ്രൈസ്ലെസ്. ഊട്ടിയിൽ നിന്ന് 60-70 കിലോമീറ്റർ ദൂരെയുള്ള കിന്നക്കോരയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ക്ലൈമറ്റും നമ്മളീ പോകുന്ന റൂട്ടും ഒക്കെയാണ് ആ ഒരു സ്ഥലത്തെ ഒരുപാട് ഫേമസ് ആക്കിയത്. നീലഗിരിയിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ കിന്നക്കോര എന്ന് പറയുന്നത്. പോകുന്ന വഴിക്കാണെങ്കിൽ ഒരുപാട് നല്ല വ്യൂസും, ഇപ്പോൾ നമ്മൾ കാറിലോ ബൈക്കിലോ ഒക്കെ ആണെങ്കിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാം, അങ്ങനെയുള്ള നല്ല വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സീസൺ ടൈമിലാണ് പോകുന്നതെങ്കിൽ ഉച്ചയായാലും അവിടെ വെയിലടിക്കില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ മഞ്ഞും കോടയായിരിക്കും അവിടെ. അപ്പോൾ അത്രയും തണുപ്പിലുള്ള ഈ ഒരു യാത്രയും ആ ഒരു സൺറൈസ് രാവിലെ പോകുന്നതെങ്കിൽ ആ ഒരു സൺറൈസും ആ ഒരു വ്യൂ ഒക്കെയാണ് നമ്മുടെ ആ ഒരു യാത്ര അടിപൊളിയാക്കുന്നത്. ഇതാണ് റോഡുണ്ട്. നമ്മൾ ഊട്ടിയിൽ നിന്ന് കയറിയ റോഡ് ഇവിടെയാണ് വന്ന് അവസാനിക്കുന്നത്. നീലഗിരി മൗണ്ടിന്റെ വടക്ക് പടിഞ്ഞാറ് സൈഡിലുള്ള അവസാനത്തെ ഗ്രാമമാണ് ഈ ഹിരിയ സെഗി എന്ന് പറയുന്ന ഗ്രാമം. കിന്നക്കോരയിൽ നിന്നും ഒരു 2 കിലോമീറ്റർ മുമ്പോട്ടുള്ള റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വില്ലേജിലെത്താവുന്നതാണ്. ഇവിടുന്ന് ഇവർക്കൊക്കെ ടൗണിൽ പോകണമെങ്കിൽ എന്തോരം കിലോമീറ്റർ പോകണമെന്ന് അറിയാമോ? അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ബസ് കയറി വന്ന് നിൽക്കുക. ഇവിടെ ഒരു 5 മിനിറ്റ് എന്തോ ആണ് സ്റ്റേ. അത് കഴിയുമ്പോഴത്തേക്കും വണ്ടിപ്പ എടുക്കും. അപ്പോൾ കയറണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇവരെന്താണ് എപ്പോഴും ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതിലൊരു ഭംഗിയില്ലേ എന്ന് വെച്ചാൽ നമ്മളിപ്പം വേറെ ഒന്നും നമ്മൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആ ഒരു യാത്രയൊക്കെ നമുക്ക് അതങ്ങോട്ട് ആസ്വദിച്ച് പോകുന്നതിലും ഒരു ഒരു വ്യത്യസ്തതയല്ലേ. ഇതേ ചോദ്യം ഞാൻ സാബറിനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളാണ് എൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു എന്നൊക്കെ വേണേൽ പറയാം. ഒരു യാത്രികൻ എപ്പോഴും ആ യാത്രയാണ് സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ ആ യാത്രയാണ് ആസ്വദിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനുശേഷമാണ് ഞാനും ആ ഒരു യാത്രയൊക്കെ അങ്ങനെ ആ ഒരു കണ്ണിലൂടെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ സമീപിച്ചു തുടങ്ങിയത്. അതേപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മഞ്ചൂരിൽ നിന്ന് കിന്നക്കോരയ്ക്ക് പോകുന്ന സമയം മഞ്ചൂര് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു കടയോ ഒന്നും തന്നെ കിട്ടില്ല. അതുകൊണ്ട് പോകുന്നവർ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പോവുക. മാത്രമല്ല രാത്രിയിൽ അങ്ങോട്ടേക്കുള്ള റൂട്ടായാലും എല്ലാം നോട്ട് അലൗഡാണ്. അതായത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പം നല്ല രീതിയിൽ അന്വേഷിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ പോകുന്നെങ്കിൽ പ്ലാൻ ചെയ്യാൻ. അത് കഴിഞ്ഞപ്പോൾ വന്നാണ്ട് ഇവിടെ ഊട്ടി, ഇതാണ് ബസ് സ്റ്റാൻഡ്, ഊട്ടി ബസ് സ്റ്റാൻഡ്. ഇനി ഇവിടുന്ന് അടുത്ത ബസ് അല്ലെങ്കിൽ ഇനി എന്താ പ്ലാൻ എന്ന് ആലോചിക്കണം. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മസിനഗുഡിക്കായിരുന്നു. ഇവിടം വരെ വന്നിട്ട് മസിനഗുഡി പോയില്ലെങ്കിൽ മോശമല്ലേ. ബസ്സിൽ തന്നെയാണ് പോയത്. ആ ഒരു യാത്ര ഞാൻ നേരിട്ട് കണ്ടതിൻ്റെ 10% പോലും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ സാധിച്ചില്ല. മാത്രമല്ല ഞാൻ നല്ല ടയർഡായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാനോ ഞാൻ കണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസിനഗുഡി വഴി പോയി നോക്കുക. ഇപ്പോൾ കാറിലും ബൈക്കിലൊക്കെയാണ് പോകുന്നത്, നല്ല രീതിയിൽ സൂക്ഷിച്ച് പോവുക. കാരണം കല്ലട്ടിഘട്ട് ആ ഒരു റൂട്ടിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ 36 ഹെയർ പിൻ ബെൻസാണ് അവിടെ ഉള്ളത്. വളരെ അപകടം നിറഞ്ഞൊരു വഴി തന്നെയാണ് ആ ഒരു റൂട്ടെന്ന് പറയുന്നത്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ആ വഴികളൊക്കെ വളച്ചെടുക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. പക്ഷെ അതിൻ്റെ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരുപാട് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓടിക്കുമ്പോഴായാലും പോകുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ സൂക്ഷിച്ച് പോവുക. നമ്മൾ പോയ വഴിക്ക് ഒരുപാട് മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ആ റൂട്ട് പോകാൻ തന്നെ. അപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് ഊട്ടിയിലേക്ക് തന്നെ പോയി. അപ്പോൾ അവിടുത്തെ സെൻറ്റ് സ്റ്റീഫൻ ചർച്ചിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.